ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് മൃത്യു ദിനത്തിലും പ്രതിഫലം നൽകുന്ന കർത്താവ് എന്നതിനെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുലിഖിതം, മൃത്യുദിനത്തിലും നമ്മുടെ പ്രവൃത്തികൾക്കൊത്ത് പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചന ശുശ്രൂഷകളിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഒരു വ്യത്യാസം, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കർത്താവ് സന്തോഷിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആളുകളുടെ ശരീരങ്ങളിൽ, രോഗങ്ങളിൽ, കുടുംബങ്ങളിൽ വന്ന വ്യത്യാസങ്ങളെ കുറിച്ച് അവർ എഴുതി അറിയിച്ചിരിക്കുന്നതിൽ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആദ്യം തന്നെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ നിന്നുള്ള ആനിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ മകൾ കുറേ നാളുകളായി തൈറോയിഡിന്റെ ചികിത്സയിലാണ്. കഴിഞ്ഞ തവണ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ തൈറോയിഡിൽ ഒരു ചെറിയ മുഴയുണ്ടെന്നും അത് ഉടൻ തന്നെ സർജറി നടത്തി നീക്കം ചെയ്യണമെന്നും. ഞങ്ങൾ സ്ഥിരമായി ഷാലോം ടിവിയിൽ അഭിഷേകാഗ്നി കാണുന്നവരാണ്. ഈ നവംബർ മാസം 8-ാം തീയതിയിലെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് ഈ ഒരു രോഗത്തിൽ നിന്ന് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡിന്റെ രോഗവും മുഴകളും പരിപൂർണമായി അപ്രത്യക്ഷമായിരിക്കുന്നതായി ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കർത്താവിന് 1000 മഹത്വം നൽകി, സ്തുതികൾ നൽകി ആരാധിക്കുന്നു. ചെത്തിപ്പുഴയിൽ നിന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എറണാകുളത്ത് നിന്ന് അന്നമ്മ അഗസ്റ്റിനാണ് ഈ അനുഭവം എഴുതി അറിയിക്കുന്നത്. എൻ്റെ വലത് കാലിലെ ഉള്ളംകാലിൽ ആണിരോഗം വന്ന് ഒരു മുഴ പോലെ വളർന്നു വരികയും അത് കട്ടിപിടിച്ച് ഉണ്ടായ വേദന മൂലം കാല് നിലത്ത് കുത്താൻ പറ്റാതെ 2 മാസത്തോളമായി ഇരിപ്പിരിക്കുകയാണ്. കട്ടിപിടിച്ച ഭാഗം പൊളിച്ചു നീക്കാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. 2010 ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിലുള്ള അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ഷാലോം ചാനലിൽ ഞങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയിൽ കരഞ്ഞു നിലവിളിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ശുശ്രൂഷ കഴിഞ്ഞ് നോക്കുമ്പോൾ കാലിലുള്ള ആണിരോഗം കാണാനില്ല, പരിപൂർണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എറണാകുളത്ത് നിന്ന് അന്നമ്മ അഗസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം അത് ഔഷധമാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവും ജീവനുമാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവത്തിന്റെ ശക്തിയാൽ വിടുതലുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതലുകൾ സംഭവിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും അവിടുന്ന് ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു, എത്രയോ വഴികൾ അവലംബിക്കുന്നു, എത്രയോ രീതികളിലൂടെ അധ്വാനിക്കുന്നു, എന്നിട്ടും ഒരു മാറ്റവും ഒരു
ഒരു ഉയർച്ചയും ഒരു വ്യത്യാസവും കാണാതെ വലിയ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൃത്യുദിനത്തിലും പ്രതിഫലം നൽകുന്ന കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിലെ 26-ാമത്തെ തിരുലിഖിതം, മൃത്യുദിനത്തിലും നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നമ്മുടെ ഈ ജീവിതം ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്ന ഒന്നല്ല. ഈ ലോകത്തിലെ ഈ ജീവിതത്തിന് ശേഷം നമ്മുടെ മരണത്തിനും അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം ഇത് പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ സത്യം ദൈവത്തിന്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന്റെ പേരാണ് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് അഥവാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. CCC എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, CCC. ഈ പുസ്തകത്തിലെ ചില പ്രബോധനങ്ങളും ഇന്ന് ഈ പ്രഭാഷണ നിമിഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. CCC 1051. ഈ CCCയിലുള്ള ഓരോ പ്രബോധനങ്ങളും ഒരു നമ്പർ ഇട്ട് ഒരു ഗണ്ണികയായി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 100 കണക്കിന് ഗണ്ണികകൾ ഈ CCC, ഈ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഒരു നമ്പർ പറയുമ്പോൾ ഗണ്ണികയുടെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. CCC 1051. മരണത്തെക്കുറിച്ച് കത്തോലിക്ക സഭ ദൈവവചനം അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധിയാളനായ ക്രിസ്തുവിൽ നിന്ന് തനതു വിധിയിൽ ഓരോ മനുഷ്യനും മരണത്തിന്റെ നിമിഷം മുതൽ തന്റെ അമർത്യമായ ആത്മാവിൽ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. CCC 1051 ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എന്താ സഭ ഇവിടെ പഠിപ്പിക്കുന്നത്? അതായത് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിക്ക് യേശു ക്രിസ്തുവിൽ ഈ ലോക ജീവിതത്തിലെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള ഒരു പ്രതിഫലം ദൈവം നൽകുന്നുണ്ട്. തനത് വിധി, മരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിധി ആ ദൈവ പൈതലിന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ലഭിക്കുന്നുണ്ട്. അവസാനം പൊതുവിധിയുണ്ട്. പക്ഷെ മരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തികളുടെ ആ പ്രവൃത്തികൾക്ക് അനുസൃതമായ ഒരു വിധി അദ്ദേഹത്തിന് ലഭിക്കും. പൊതുവിധിക്ക് മുമ്പുള്ള ഈ വിധിയുടെ, ആ മരണ സമയത്തുള്ള വിധിയുടെ പേരാണ് തനത് വിധി. ആ വിധിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സ്വഭാവം എന്താണോ ആ പ്രവൃത്തികളുടെ സ്വഭാവത്തിന്റെ അനുസരിച്ച് ഒരു പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്താ നല്ല വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഈ ലോക ജീവിതത്തിൽ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ എനിക്കും നിങ്ങൾക്കും മരിക്കുന്ന സമയത്ത് നല്ല ഒരു പ്രതിഫലത്തിന്റെ അനുഭവം ഉണ്ടാവും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2796 ഖണ്ഡികയിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ അന്തരാത്മാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. നാം നമ്മുടെ സ്വർഗീയ വസതി ധരിക്കാൻ നെടുവീർപ്പോടെ കാത്തിരിക്കുന്നു. ഈ ലോകത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ ആ ദൈവ പൈതലിന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഒരു നെടുവീർപ്പുണ്ട്. ആത്മാവ് അഭിവാഞ്ചിക്കുന്നുണ്ട്. എന്ത്? പിതാവിന്റെ രാജ്യത്ത് എത്തിച്ചേരണം, പിതാവിന്റെ രാജ്യത്ത് വ്യാപരിക്കണം,
പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കണം. 2796 ഖണ്ഡികയിൽ തുടർന്നുള്ള ഭാഗത്ത് നിന്ന് വായിക്കുന്ന ഇങ്ങനെയാണ്: ക്രൈസ്തവർ ശരീരത്തിലാണെങ്കിലും ശരീരത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. അവർ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ സ്വർഗത്തിലെ പൗരന്മാരാണ്. അതാണ് ഫിലിപ്പിയ ലേഖനം 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്: ക്രൈസ്തവർ ശരീരത്തിലാണെങ്കിലും ശരീരത്തിനനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. അവർ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ സ്വർഗത്തിലെ പൗരന്മാരാണ്. അവർ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ സ്വർഗത്തിലെ പൗരന്മാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്വർഗരാജ്യത്തിന്റെ പൗരന്മാർ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ പൂജിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ മരിക്കുന്ന സമയത്ത് മൃത്യുദിനത്തിലും ജീവിതത്തിനൊത്ത് പ്രവൃത്തിക്കൊത്ത പ്രതിഫലം കർത്താവ് നൽകുന്നു. നമുക്ക് സ്വർഗത്തിലേക്ക് നല്ല ഒരു യാത്രയയപ്പ്, നല്ല ഒരു വരവേൽപ്പ്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഭവം നാം മരിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല വിധത്തിൽ മരണനിമിഷങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് പല വിധത്തിൽ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഏലിയ പ്രവാചകൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്? നമ്മൾ ആദ്യം അത് ചിന്തിക്കുകയാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങൾ, ഏലിയ പ്രവാചകൻ ഒരായുസ് മുഴുവൻ ദൈവത്തിന് പ്രിയങ്കരമായി ജീവിച്ചപ്പോൾ എങ്ങനെയാണ് ഏലിയ പ്രവാചകൻ അന്ത്യനിമിഷങ്ങൾ എന്ന് വിവരിക്കുന്നതാണ്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ട സമയമായി എന്ന് ഏലിയായ്ക്ക് മനസ്സിലായി. അങ്ങനെ ഏലിയ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഏലിയയുടെ കൂടെ ഏലീഷായും പുറപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്ന് ഏലീഷായെ നിർത്താൻ നോക്കിയെങ്കിലും ഏലീഷ വിട്ടില്ല. ഏലീഷ ഏലിയായെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഏലിയ ഏലീഷയോട് ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ഉടനെ ഏലീഷ ഏലിയയോട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയ പറഞ്ഞു, നീ ചോദിച്ചത് വളരെ ദുഷ്കരമായ ഒരു സംഗതിയാണ്. എന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുലിഖിതം, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഏലീഷ അത് കണ്ട് നിലവിളിച്ചു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേൽ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഒരു സ്വർഗീയ രഥത്തിൽ സ്വർഗം ഏലിയായെ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചു. ഒരു സ്വർഗീയ രഥത്തിൽ, ആഗ്നേയ രഥങ്ങളും ആഗ്നേയ അശ്വങ്ങളും, ഒരു സ്വർഗീയ രഥത്തിൽ സ്വർഗം ഏലിയായെ സ്വീകരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 56 മുതലുള്ള വാക്യങ്ങൾ. എസ്തഫാനോസ്, തീഷ്ണമതിയായ കർത്താവിന്റെ പ്രിയ പൈതല്, അവൻ വീരോചിതമായി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച്, കർത്താവിന് വേണ്ടി ജീവിച്ച്, കർത്താവിന്റെ സാക്ഷിയായി. അവന്റെ മരണ നിമിഷങ്ങളെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. മരണം അടുത്തു. അവർ കല്ലെറിഞ്ഞ് അവനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ച് അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവൻ വിളിച്ചു പറഞ്ഞു. ക്ഷണനേരം കൊണ്ട് യേശുക്രിസ്തു അവന്റെ അരികിലേക്ക് എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ എസ്തഫാനോസ് പറയുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവന്റെ ജീവൻ അങ്ങനെ അവൻ അർപ്പിച്ചു. എസ്തഫാനോസ് ഈ ഭൂമിയിൽ യോഗ്യമായി വന്ന സ്വർഗത്തിന് യോഗ്യമാതാവ് ജീവിച്ചപ്പോൾ അവന്റെ മരണ നിമിഷങ്ങളിൽ യേശു അവന്റെ അരികിലേക്ക് വന്നു. യേശുവിന്റെ കൈകളിൽ കടന്ന് അവൻ മരിച്ചു. യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് അവൻ ഈ ലോകം വിട്ടുപോയി. യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവൻ മരിച്ച് യേശു ക്രിസ്തു അവനെ എതിരേറ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു ദൈവ പൈതൽ ഈ ലോകം വിട്ടുപോയ രംഗമാണ് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 56 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും മറ്റൊരു രംഗം നമ്മൾ കാണുകയാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9-ാം വാക്യമാണ്. യേശു എങ്ങനെയാണ് എടുക്കപ്പെട്ടത്? യേശു മരിച്ച്
അടക്കം ചെയ്യപ്പെട്ടു. മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്ലീഹന്മാരോടും തന്റെ ശിഷ്യന്മാരോടും കൂടെ ദിവസങ്ങൾ വ്യാപരിച്ച് അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യേണ്ട ദിനങ്ങൾ ആഗതമായി. ഇതാ അവൻ തന്റെ അപ്പോസ്തലന്മാരെ ഒലിവ് മലയിലേക്ക് ഒരുമിച്ച് കൂട്ടി. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരിൽ നിന്ന് മറച്ചു കളഞ്ഞു. ഇത് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9-ാം തിരുലിഖിതത്തിലാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞു. അവൻ മേഘത്താൽ സംവഹിക്കപ്പെട്ടു. യേശു രണ്ടാമത് വരുന്നതിനെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: തന്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നി ജ്വാലകളുടെ മധ്യേ വാനമേഘങ്ങളിൽ അവൻ വീണ്ടും വരും. അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു, അവൻ വാനമേഘങ്ങളിൽ തിരികെ വരും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന് പ്രിയങ്കരായവരെ സ്വീകരിക്കുന്ന മറ്റൊരു രീതിയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ധനവാന്റെയും ലാസറിന്റെയും സംഭവമാണ് വിവരിക്കുന്നത്. ലാസർ ദൈവത്തിന് സ്വീകാര്യനായി, ദൈവത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന് പ്രിയനായ, ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ലാസർ എങ്ങനെയാണ് സംവഹിക്കപ്പെട്ടത്? ലൂക്ക 16:22 പഠിപ്പിക്കുകയാണ്: ദൈവദൂതന്മാർ വന്ന് അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിനും അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. മരണത്തിനും അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. അങ്ങോട്ട് രാജകീയമായി നമ്മളെ സ്വീകരിക്കുന്ന ഒരു സ്വർഗസ്വനായ പിതാവും നമുക്കുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2801-ാം ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുന്നത് എങ്ങനെയാണ്: പിതൃഭവനമായ സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ സ്വദേശം. അങ്ങോട്ടാണ് നാം യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നാം അതിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം, പിതാവിനോട് കൂടെയുള്ള ജീവിതം, ഇത് ഒരു വലിയ രഹസ്യമാണ്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ നിങ്ങളും അതിനുവേണ്ടി സ്വപ്നം കണ്ട് ജീവിക്കണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെ ഇന്ന് വരെ ആസ്വദിച്ചതില്ലാത്തതുമായ ഒരു വലിയ രഹസ്യത്തിന്റെ, ഒരു വലിയ അനുഭവത്തിലേക്ക് എന്നെ നിങ്ങളുടെ ദൈവം എന്നെ നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ദൈവവചനം ഉറപ്പ് തരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ മനസ്സിനെ അന്ധമാക്കി വെച്ചിരിക്കുന്ന ഈ യാഥാർത്ഥ്യം അറിയാനും അംഗീകരിക്കാനും പറ്റാത്ത വിധം നമ്മുടെ മനസ്സുകളെ അന്ധമാക്കി വെച്ചിരിക്കുന്ന എല്ലാ അന്ധതയുടെ കെട്ടുകളും അഴിയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഈ ദൈവമക്കളെ ആരെങ്കിലും സാത്താൻ കണ്ണ് കുരുടാക്കി സ്വർഗത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ പൂണ്ടുപോകാൻ തക്കവണ്ണം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ സാത്താന്യ പീഡകളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗദേശത്തെ കുറിച്ച്, ഞങ്ങളുടെ യഥാർത്ഥ രാജ്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവിനാൽ പരിപൂർണരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന, രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ.
വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 34 അധ്യായം 18 തിരുലിഖിതം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. 145 സങ്കീർത്തനത്തിൽ 16 തിരുലിഖിതം. കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. യേശയ്യ 57:15. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ എളിമയോട് കണ്ണുനീരോടും കൂടെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തകർന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തിയോടെ അവിടുന്ന് വരണമേ. വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. രോഗികളിലേക്ക് എഴുന്നള്ളി വരണമേ കർത്താവേ. ഇപ്പോൾ സ്പർശിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. കാലങ്ങളായി അന്ധകാരത്തിൽ അമർന്നുപോയ കുടുംബങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര കോട്ടകൾ ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഞാൻ കോട്ടയം ജില്ലയിലെ ഉഴൂരിൽ നിന്നാണ് വരുന്നത്. 2.5 വർഷത്തോളമായി അൾസർ എന്നൊരു രോഗം മൂലം എനിക്ക് ഒന്നും കഴിക്കാൻ തന്നെ പറ്റത്തില്ല. അത് ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് മുഴുവൻ നേരം എങ്ങനെയൊക്കെ ഇറങ്ങി പോകുന്നു അത്രയുടെ മുഴുവൻ എരിച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മിക്ക ദിവസവും തന്നെ തലകറക്കാം. കാരണം ഒന്നും രാവിലെ കഴിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥ. എന്നോട് പലപ്പോഴും ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിലാണത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട് ഇവിടെ മണ്ണാർക്കാടാണുള്ളത്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, ഒട്ടായിൽ അച്ഛൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം നേരിട്ട് വന്ന് ഇവിടെ കൂടുക, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്നും കൂടി എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ യേശുവിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരിമുളക് പച്ചയ്ക്ക് കടിച്ച് തിന്നിട്ട് പോലും കൂടി ഉണ്ടാകണില്ല. അത്രമാത്രം ഹീലിംഗ് കൊടുത്ത് കർത്താവ് പരിപൂർണ സൗഖ്യം കൊടുത്ത് അങ്ങനെ അനുഗ്രഹിച്ച്. അതുകൊണ്ട് ഇനി വല്ല എരിച്ചിന് വരുമെന്ന് അറിയാൻ വേണ്ടി മുളക് എടുത്തോണ്ട് കടിച്ചരച്ച് നോക്കി, എന്നിട്ട് കരിയണില്ല. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുവേ ആരാധിക്കാം, വാഴ്ത്താം വാഴ്ത്താം യേശുനാമം വാഴ്ത്താം, നാഥനെ വാഴ്ത്തിപ്പാടാം.